എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ള ഓണം എക്സാമിന് വേണ്ടിയുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ വിഷയത്തിൻ്റെയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുക, ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഫിസിക്സിന്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം ഒരു 18 ക്വസ്റ്റ്യൻ ആണുള്ളത്. പക്ഷേ ഓർ ക്വസ്റ്റ്യൻസും കൂടെ എല്ലാം കൂടെ കൂട്ടി ഏകദേശം ഒരു 23ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു പാറ്റേൺ ഉള്ളതാണ്, പുതിയ സിലബസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്, അത്യാവശ്യം നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചാപ്റ്ററിലെ കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്കറിയാം ഓണപരീക്ഷയ്ക്ക് ഫിസിക്സിന് 3 ചാപ്റ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. 3 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഒരു പകുതി ഭാഗത്തോളം വരും. അത് ഏകദേശം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ ന്യൂട്ടൺസ് കളർ ഡിസ്കൗണ്ട് ആ ഒരു പോർഷൻ വരെ ആയിരിക്കും മിക്കപ്പോഴും കാണുന്നത്. അപ്പം 1ഉം 2ഉം ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ, അതായത് സൗണ്ട് വേവ്സും ലെൻസസും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ലൈനും ക്ലിയർ ആയിട്ട് പഠിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ ക്ലിയർ ആക്കി പഠിക്കാം. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ആ പകുതി വരെ നല്ലോണം പഠിക്കുക കേട്ടോ. ഞാൻ വീഡിയോസ് ആ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ. അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ എ ആണ് കേട്ടോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് 1 തൊട്ട് 4 വരെ ക്വസ്റ്റ്യൻസുകളുണ്ട്. അതിൽ കറക്റ്റ് ചൂസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ അബൌട്ട് ലെൻസസ്. ലെൻസസുകളെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. നോക്കുക. ഓൾവേസ് പ്രൊഡ്യൂസസ് എ വെർച്വൽ ഇമേജ്, എല്ലായ്പ്പോഴും മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്നു. പ്രൊഡ്യൂസസ് എ റിയൽ ഇമേജ്, യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്നു. ദ പവർ വിൽ ബി നെഗറ്റീവ്, പവർ നെഗറ്റീവ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ വിൽ ബി നെഗറ്റീവ്, പ്രതിബിംബത്തിന്റെ ആവർത്തനം നെഗറ്റീവ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങൾ ലെൻസസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വാട്ട് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എന്താണ്, റിയൽ ഇമേജ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാകുന്നു, അത് കറക്റ്റ് ആണ്. പിന്നെന്താണ്, കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചുള്ള മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ്, നെഗറ്റീവ് ആയിരിക്കും അല്ലെ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയായിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് നമ്മൾ പഠിച്ചായിരുന്നു. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ടാകുന്ന ഏത് ലെൻസിലായിരുന്നു, കോൺവെക്സ് ലെൻസിലാണ്. മനസ്സിലാവുന്നല്ലോ. അപ്പം ഈ 2 സ്റ്റേറ്റ്മെന്റോട് കറക്റ്റ് ആണ്. പവർ നെഗറ്റീവ് ആവില്ല, അതുപോലെ വെർച്വൽ ഇമേജ് ഉണ്ടാവുന്നില്ല. അപ്പൊ ഏതൊക്കെയാണ്, 2 and 4, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡി ആണ് കേട്ടോ. 2 and 4 അതാണ് അവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വരും. അപ്പൊ അവിടുത്തെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണമെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത് നോക്കാം. വിച്ച് ഈസ് കറക്റ്റ് അബൌട്ട് എ വേവ് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഒരു വേവ് മൂവ് ചെയ്യുവാണ്, ചലിക്കുവാണ്, എങ്ങനെയാണ്, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ചലിക്കുവാന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന്. ഫ്രീക്വൻസി ഡിക്രീസസ് ആസ് വേവ് ലെങ്ത് ഇൻക്രീസസ്. ഫ്രീക്വൻസി ഡിക്രീസസ് ആസ് വേവ് ലെങ്ത് ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ട് തരംഗദൈർഘ്യം കൂടുമ്പോൾ ആവർത്തി കുറയുന്നു. നമ്മൾ പഠിച്ചാണ് തരംഗദൈർഘ്യവും ആവർത്തിയും ഫ്രീക്വൻസിയും വേവ് ലെങ്തും എങ്ങനെയാണ്. ഫ്രീക്വൻസി പറയുന്നുണ്ട്, ഫ്രീക്വൻസി കുറയുമ്പോൾ വേവ് ലെങ്ത് എങ്ങനെയാണ്, കൂടുവാണ്. നമ്മൾ പഠിച്ചാണല്ലോ ഫ്രീക്വൻസിയും വേവ് ലെങ്തും എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആണ്. ഇനി ആസ് എ വേവ് ലെങ്ത് ഇൻക്രീസസ് ദ ഫ്രീക്വൻസി ഓൾസോ ഇൻക്രീസസ്. വേവ് ലെങ്ത് പറയുമ്പോൾ ഫ്രീക്വൻസി കുറയുമോ, ഇല്ല, അത് തെറ്റാണ്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ആസ് എ വേവ് ലെങ്ത് ഇൻക്രീസസ് ദ ഫ്രീക്വൻസി റിമൈൻസ് അൺചേഞ്ച്ഡ്. തരംഗദൈർഘ്യം കൂടുമ്പോൾ ആവർത്തി മാറ്റമില്ലാതെ തുടരുന്നു. അത് ശരിയാണോ? അതും തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആസ് എ വേവ് ലെങ്ത് ഡിക്രീസസ് ദ ഫ്രീക്വൻസി ഓൾസോ ഡിക്രീസസ്. തരംഗദൈർഘ്യം കുറയുമ്പോൾ ആവർത്തിയും ഇങ്ങനെയാണ് കുറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റല്ലേ? അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഫ്രീക്വൻസിയും വേവ് ലെങ്തും എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. മനസ്സിലായല്ലോ. അപ്പം എ ആണ് ആദ്യത്തെ ആ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ റേ ഓഫ് ലൈറ്റ് പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺകേവ് ലെൻസ്. ഒരു കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് നോക്കിയേ, പ്രകാശത്തിന് സമാന്തരമായ ലെൻസിലൂടെ കടന്നു പോകുന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിക്ചർ ഡെപിക്സ് കറക്റ്റ് പാത്ത് ഓഫ് ദ ലൈറ്റ് റേ. അപ്പൊ ശരിയായ പ്രകാശരശ്മിയുടെ ശരിയായ പാത
ഏതാണെന്നാണ് പാതയെ സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിന് എങ്ങനെയാണ് റിഫ്രാക്ഷൻ സംഭവിക്കുമോ, എങ്ങനെയാണ് കൺവേർജ് ചെയ്യത്തില്ല. അപ്പം കൺവേർജ് ചെയ്യുന്ന ഫിഗർ എല്ലാം തെറ്റാണ്. ഇത് കണ്ടില്ല, ഇവിടെ കൺവേർജ് ചെയ്യുവാണ്, ഇവിടെ എങ്ങനെയാണ് കൺവേർജ് ചെയ്ത് പോവാണ്, ഇവിടെയും കൺവേർജ് ചെയ്ത് പോവാം. നമുക്കറിയാം കോൺകേവ് ലെൻസിന് എങ്ങനെയാണ് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് എന്ന് ഇല്ലേ. അപ്പം ഏതാണ്? ഡി ആണ് കറക്റ്റ് ഇല്ലേ. ഡി ആണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലായല്ലോ? അതായത് 4ാമത്തെ പിക്ചറാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത 4th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയേ, ദി ഡീവിയേഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ എ ലൈറ്റ് റേ പാസസ് ത്രൂ എ പ്രിസം ഈസ് ഷോൺ ഇൻ ഫിഗർ. വായുവിൽ നിന്നും പ്രിസത്തിലൂടെ പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനമാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചിത്രം. മനസ്സിലായല്ലോ? പ്രകാശരശ്മിക്ക് ഉണ്ടാകുന്ന വ്യതിയാനം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രകാശരശ്മിക്ക് സംഭവിക്കുന്ന വ്യതിയാനം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? നോക്കിയേ, ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാധ്യമത്തിന്റെ അപവർത്തനാങ്കത്തെ ആശ്രയിച്ചിരിക്കുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീവിയേഷൻ നമ്മൾ പഠിച്ചതാണ്. ഡീവിയേഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ പഠിച്ചതാണ്. അതൊരു ഫാക്ടറാണ്. ദെൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്. വേവ് ലെന്തിനെ മാത്രമേ ഉള്ളൂ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള. ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. വേവ് ലെന്തിനെ മാത്രം, പ്രകാശവർണ്ണത്തിന്റെ തരംഗദൈർഘ്യത്തിന് മാത്രം ആശ്രയിച്ചിരിക്കുന്നു. തരംഗദൈർഘ്യത്തിന് മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്? അല്ല, അപവർത്തനാങ്കത്തെയും ആശ്രയിച്ചിരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ആൻഡ് ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്. മാധ്യമത്തിന്റെ അപവർത്തനാങ്കത്തെയും പ്രകാശവർണ്ണത്തെയും തരംഗദൈർഘ്യത്തെയും ആശ്രയിക്കുന്നില്ല എന്നുള്ളത്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്കറിയാം. ഡിപ്പെൻഡ്സ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ആൻഡ് ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്. രണ്ടും വന്നല്ലോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം മാധ്യമത്തിന്റെ അപവർത്തനാങ്കത്തെയും പ്രകാശവർണ്ണത്തിന്റെ തരംഗദൈർഘ്യത്തെയും ആശ്രയിച്ചു. രണ്ടിനെയും ആശ്രയിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ മാത്രമല്ല, എന്തിനേയും വേവ് ലെന്തിനെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പം 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പം ഏതാണ് ഇവിടുത്തെ കൊടുത്തിരിക്കുന്നത്? 4 മാത്രം അല്ലേ. 1 മാത്രം എന്ന് പറയാൻ പറ്റില്ല. 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള, 2 വേവ് ലെന്തും മാത്രം എന്ന് പറയുന്നത്. പക്ഷെ രണ്ടിനെയും ആശ്രയിച്ചിരിക്കുന്നുണ്ട്. വേവ് ലെന്തിനെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയും ആശ്രയിച്ചിരിക്കുന്നുണ്ട്. എന്ത്? ഡീവിയേഷൻ. മനസ്സിലായല്ലോ? ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ ബി ആണ് കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. നോക്കാം. അത് 5A ആണ് കേട്ടോ. അപ്പൊ ഒരു ഭാഗം കൂടെ ഉണ്ടായി, ഒരു ഓർ ക്വസ്റ്റ്യൻ കൂടെ കാണും. നോക്കാം. ദ പ്രെസ്ക്രിപ്ഷൻ ഗിവൺ ബൈ ദ ഡോക്ടർ ഫോർ ദ പർച്ചേസ് ഓഫ് സ്പെക്ടക്കിൾ സ്റ്റേറ്റസ് +1D എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കണ്ണട വാങ്ങാനായി ഡോക്ടർ നൽകിയ കുറിപ്പിൽ +1D എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. വാട്ട് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പ്രിസ്ക്രിപ്ഷൻ? വാട്ട് ഡസ് ഡി ഇൻഡിക്കേറ്റ്സ്? എന്താണ് പ്രിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്? എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്? എന്താണ്? പവർ ആണ് സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലേ. കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? പവർ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം പവർ അല്ലേ. പവർ ആണ് സൂചിപ്പിക്കുന്നത്. പവർ ഓഫ് എ ലെൻസ് എന്ന് പറയാം അല്ലേ. ഇനി വാട്ട് ഡസ് ഡി ഇൻഡിക്കേറ്റ്സ്? ഡി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡി എന്ന് വെച്ചാൽ യൂണിറ്റ് ഓഫ് പവർ ആണ്. അതായത് ഡയോപ്റ്റർ അല്ലേ. ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ഓഫ് പവർ, പവറിന്റെ യൂണിറ്റ് ആണ് ഡി എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ബി പാർട്ട് എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ദ സ്പെക്ടക്കിൾസ്? ഏതരം ലെൻസ് ആണ് കണ്ണടയിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെ പവർ ഏതാണ്? പ്ലസ് ആണ് അല്ലേ. +1 ആണ്. +1 അതായത് പവർ എന്താണ്? പവർ പോസിറ്റീവ് ആണ്. പവർ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പവറിന്റെ ഇക്വേഷൻ ഏതാണ്? 1/f ആണല്ലേ. അതായത് ഫോക്കൽ ലെന്ത് എങ്ങനെയാണ്? ഫോക്കൽ ലെന്ത് പോസിറ്റീവ് ആണ്. ഫോക്കൽ ലെന്ത് പോസിറ്റീവ് ആണെങ്കിൽ ഏത് ലെൻസ് ആയിരിക്കും നമ്മളോട് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. കോൺവെക്സ് ലെൻസ്. മനസ്സിലായല്ലോ? അപ്പം ഏത് തരം ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഇങ്ങനെയാണ് മനസ്സിലായല്ലോ? പവർ പോസിറ്റീവ് ആവുകയാണെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ്. ഇതിന് കാരണം എന്താണ്? പവർ പോസിറ്റീവ് ആണെങ്കിൽ ഫോക്കൽ ലെന്ത് അവിടെ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ഫോക്കൽ ലെന്ത് പോസിറ്റീവ് ആവുന്ന ഏത് ലെൻസിനാണ്? കോൺവെക്സ് ലെൻസിനാണ്. ഓക്കെ ആണല്ലോ? ദെൻ അതിന്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5A B ഏതെങ്കിലും എഴുതാം. ബി നോക്കാം. ഒബ്സർവ് ദ ഫിഗർ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം. വാട്ട് ഈസ് ദ ഫോക്കൽ ലെന്ത് ഓഫ് ദി കോൺവെക്സ് ലെൻസ് ഇൻ ദ പിക്ചർ? യൂസ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിലെ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഉപയോഗിക്കാനും പറഞ്ഞിട്ടുണ്ട്. അതേ നോക്കിയേ, ചിത്രത്തിൽ എന്തൊക്കെയാണ്? കോൺവെക്സ് ലെൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ ഒബ്ജക്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലേ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് നമുക്ക് എഴുതാം. U = എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് നെഗറ്റീവ് വരും അല്ലേ. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? ഇമേജ്. ഇവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്. ഇമേജ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. V എത്രയാണ്? 80 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലായതുകൊണ്ട് അതേതാണ്? അത് പോസിറ്റീവ് ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫോക്കൽ ലെന്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ ഫോക്കൽ ലെന്ത് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. നമ്മുടെ ലെൻസ് ഇക്വേഷൻ ഏതാണ്? 1/f = 1/v - 1/u ആണ് ഇല്ലേ. നമുക്കറിയാം
ഫോക്കൽ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ഏത് ഉപയോഗിക്കാം? എഫ് ഈസ് ഈക്വൽ ടു ഒന്നെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ഏതാണ്? യു വി ഡിവൈഡ് ബൈ യു മൈനസ് വി. ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. യുവിൻ്റെ വാല്യൂ -20 ആണ്, വി എന്ന് പറഞ്ഞിരിക്കുന്നത് 80 ആണ്. ദെൻ ഡിവൈഡഡ് ബൈ എന്ത് വരും? -20 -80 എന്ന് വരും അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെത്ര വരും? -1600 എന്ന് വരും അല്ലേ? ഡിവൈഡ് ബൈ ഇവിടെ എത്രയാണ്? -100 എന്ന് വരും. ക്ലിയർ ആയല്ലോ? ഇതാ മൈനസും മൈനസും ക്യാൻസൽ ആയി പോകും. ഇവിടെ ഈ 2 0 കൂടെ ക്യാൻസൽ ആയി പോകും. പിന്നെ ഫോക്കൽ ലെങ്ത് എത്രയാണ് വരുന്നത്? 16 അല്ലേ? 16 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 16 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. കോൺവെക്സ് ലെൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് വാല്യൂ തന്നെയായിരിക്കും. ഫോക്കൽ ലെങ്ത് 16 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ എഴുതണം കേട്ടോ. നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം, ഇക്വേഷൻ എഴുതിയിരിക്കണം കേട്ടോ. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാർക്കുണ്ട്. ഫൈനൽ റിസൾട്ട് വിത്ത് യൂണിറ്റ്, കറക്റ്റ് യൂണിറ്റിലും ആണെങ്കിലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടുന്നത്. ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ സിമ്പിൾ പെൻഡുലം ടേക്സ് 40 seconds ടു കംപ്ലീറ്റ് 10 ഓസിലേഷൻസ്. എന്താണ്? ഒരു സിമ്പിൾ പെൻഡുലം 10 ദോലനങ്ങൾക്ക് 40 സെക്കൻഡ് സമയം എടുത്തു. 10 ദോലനങ്ങളാണ്. വാട്ട് വിൽ ബി ഇറ്റ്സ് പീരീഡ്? എൻ്റെ പീരീഡ് കണ്ടുപിടിക്കണം. ദെൻ ഹൗ മച്ച് വിൽ ബി ദ ഫ്രീക്വൻസി ഓഫ് അനദർ പെൻഡുലം വിച്ച് ഈസ് ഇൻ റെസൊണൻസ് വിത്ത് ദിസ് പെൻഡുലം? ഈ പെൻഡുലവുമായി അനുനാദത്തിലാവുന്ന മറ്റൊരു പെൻഡുലത്തിന്റെ ആവൃത്തി എത്രയായിരിക്കും എന്നും ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? നമുക്ക് ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. സിമ്പിൾ പെൻഡുലം ടേക്സ് 40 seconds ടു കംപ്ലീറ്റ് 10 ഓസിലേഷൻസ് എന്ന്. അപ്പൊ നമ്പർ ഓഫ് ഓസിലേഷൻ തന്നിട്ടുണ്ട് 10 ആണ്. അതിനെടുക്കുന്ന സമയം എത്രയാണ്? 40 സെക്കൻഡും ആണെന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? നമുക്ക് ആദ്യമേ എന്താണ് കണ്ടുപിടിക്കേണ്ടേ? പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? എന്താണ്? ആകെ സമയം. ഇവിടെ തന്ന സമയം തന്നിട്ടുണ്ട് അല്ലേ? അതായത് ടോട്ടൽ ടൈം നമ്മൾ കണ്ടതാണ് ഇക്വേഷൻ. ടോട്ടൽ ടൈം ഡിവൈഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻസ്. നമ്മളിങ്ങനെ ഇക്വേഷൻ കണ്ടല്ലേ? നമ്പർ ഓഫ് ഓസിലേഷൻസ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ടി ഈസ് ഈക്വൽ ടു, നമ്മൾ കണ്ടതല്ലേ ഇക്വേഷൻ, T/N അല്ലേ? T/N എന്ന് കണ്ടതാണ്. ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു സ്മോൾ ടി ഡിവൈഡ് ബൈ എൻ എന്നൊരു ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു സ്മോൾ ടി എത്രയാണ്? 40 ആണ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് എത്രയാണ്? 10 ആണ് വരുന്നത്. അപ്പോൾ എത്രയാണ്? ദാറ്റ് ഈസ് 4 സെക്കൻഡ് അല്ലേ? ടൈം പീരീഡ് നമുക്ക് ഇവിടെ എത്ര കിട്ടി? 4 സെക്കൻഡ് എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? ബി പാർട്ട്. ഹൗ മച്ച് വിൽ ബി ദ ഫ്രീക്വൻസി ഓഫ് അനദർ പെൻഡുലം വിച്ച് ഈസ് ഇൻ റെസൊണൻസ് വിത്ത് ദിസ് പെൻഡുലം? ഈ പെൻഡുലവുമായി അനുനാദത്തിലാവുന്ന മറ്റൊരു പെൻഡുലത്തിന്റെ ആവൃത്തി എത്രയായിരിക്കും? അപ്പം ഈ പെൻഡുലവുമായിട്ട് ഇവിടെ അനുനാദത്തിലാവുന്ന മറ്റൊരു പെൻഡുലം ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണ്? ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫ്രീക്വൻസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം പീരീഡ് കിട്ടിയല്ലോ. അപ്പം ഈ പെൻഡുലവുമായിട്ടാണ് മറ്റൊരു പെൻഡുലം അനുനാദത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ടൈം പീരീഡ് ഇവിടെ കിട്ടി. നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു 1/t വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ആണ്. 1/4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.25 ഹെർട്സ് എന്ന് വരും ഫ്രീക്വൻസി അല്ലേ? ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു 0.25 ഹെർട്സ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രീക്വൻസി ഇക്വേഷൻ പഠിച്ചതാണ്. ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു N/T, അതായത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡ് ബൈ സമയം. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചു ഓർക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ടൈം പീരീഡിന്റെ ഈ ഇക്വേഷനും ഫ്രീക്വൻസി ഇക്വേഷൻ ഇത് നമ്മൾ പഠിച്ചതാണ്. ചാപ്റ്ററിന്റെ ആദ്യം തുടങ്ങുമ്പോൾ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ 2 ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് N എത്രയാണ്? നമുക്ക് പറയാം 10 ആണ് പറഞ്ഞിട്ടുണ്ട്. സമയം 40 ആണ്. That is equal to 1/4 എന്ന് വരും. That also is equal to 0.25 സെക്കൻഡ് എന്ന് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇക്വേഷൻ കേട്ടോ. ടൈം പീരീഡ്, നമ്പർ ഓഫ് ഓസിലേഷൻസും ആകെ സമയം തന്നിട്ടുണ്ടെങ്കിൽ ടൈം പീരീഡ് കാണാൻ സ്മോൾ ടി ഡിവൈഡ് ബൈ N എടുക്കുക. ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ടാൽ മതി, N/T എന്നിട്ട് വെച്ചാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. Next one, 7th one. Earthquakes and volcanic eruptions often cause major disasters. What is the name given to the waves that travel through the earth crust as a result of earthquakes and volcanic eruptions? ഭൂകമ്പവും അഗ്നിപർവ്വത സ്ഫോടനവും വൻ ദുരന്തങ്ങൾക്ക് കാരണമാവാറുണ്ട്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? അല്ലെങ്കിൽ ഭൂകമ്പത്തിന് കാരണമായിട്ടുള്ള തരംഗങ്ങൾ ഏതാണ്? സീസ്മിക് വേവ്സ് ആണ് അല്ലേ? സീസ്മിക് വേവ്സ് ആണ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത എന്താണ്? ഓൺ വിച്ച് സ്കെയിൽ ഈസ് ഇന്റൻസിറ്റി ഓഫ് എർത്ത് റെക്കോർഡ്? ഭൂകമ്പങ്ങളുടെ തീവ്രത രേഖപ്പെടുത്തുന്നത് ഏത് സ്കെയിലാണ്? റിക്ടർ സ്കെയിലാണ് അല്ലേ? റിക്ടർ സ്കെയിൽ.
ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 2 മാർക്കിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാം കേട്ടോ. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, എന്നാൽ അതിലുപരി എന്താണ് നമുക്ക് ഇച്ചിരി ആലോചിച്ച് ചെയ്യാനുള്ള നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. 8th question നോക്കിയേ. A sonar signal is sent from a scuba diver and returns after reflecting off an obstacle in 0.5 second. The speed of a sound in water is 1500 meter per second. How far away is the obstacle? നമ്മൾ ചെയ്തിട്ടുള്ളതാണല്ലേ. കടലിൽ മുങ്ങിയിരിക്കുന്ന ഒരു സ്കൂബ ഡൈവർ പുറപ്പെടുവിക്കുന്ന സോണാർ സിഗ്നല് 0.5 സെക്കൻഡിന് ശേഷം പ്രതിപദിച്ച് അദ്ദേഹത്തിന് വീണ്ടും കേൾക്കാൻ കഴിഞ്ഞു. ജലത്തിനുള്ളിലെ ശബ്ദത്തിന്റെ വേഗത 1500 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ സോണാർ സിഗ്നൽ തട്ടി പ്രതിപദിക്കാനിടയായ തടസ്സം സ്കൂബ ഡൈവറിൽ നിന്നും എത്ര അകലത്തിലായിരിക്കും? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൗ ഫാർ എവേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം ഇതാ കടൽ ഇതാണല്ലേ, ഒരു സ്കൂബ ഡ്രൈവർ ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചു. അപ്പം എന്താണ് അദ്ദേഹം സോണാർ സൗണ്ട് പുറപ്പെടുവിച്ചു. അപ്പോൾ ഇവിടെ ചെന്ന് തട്ടി വെച്ച് അത് തിരിച്ച് അദ്ദേഹത്തിന് കേട്ടു ഇല്ലേ, തിരിച്ചയാൾ കേൾക്കുവാണ് ഇന്ന് ആ സൗണ്ട്. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് പോകുന്ന D ആണ്, തിരിച്ച് ഇങ്ങോട്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, തിരിച്ചങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2D വരുന്നുണ്ട് ഇല്ലേ. ഇനി അവിടുത്തെ സമയം തന്നിട്ടുണ്ട്, തിരിച്ചു വരാനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്ന എത്രയാണ്? 0.5 സെക്കൻഡ് എന്നും തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പം തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. സമയം 0.5 സെക്കൻഡ് ആണ്, തിരിച്ചു വരാനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്പീഡ് തന്നിട്ടുണ്ട്, എത്രയാണ്? 1500 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് തിരിച്ചു വരുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് വരും. അതായത് ഇങ്ങോട്ട് D ഉണ്ട്, ഇങ്ങോട്ടും D ഉണ്ട്. അപ്പോൾ 2D ആണ് അവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സ്പീഡിന്റെ ഇക്വേഷൻ ആണ് V = ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് വരും അല്ലേ, D+D വരും, അതായത് 2D/T എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2D = അല്ലേ V × T എന്ന് എഴുതാം. ഓർ D = VT/2 ആണ്. ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ, VT/2 ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. D = V എത്രയാണ്? 1500 ആണ്. സമയം 0.5 സെക്കൻഡ് ആണ്, /2 ആണ്. ഇത് ഇങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 750 വരും, 750 വരും. 750 × 0.5 എത്രയാണ് വരുന്നത്? 375 എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ, 375 മീറ്റർ എന്ന് വരും. അപ്പം 375 മീറ്റർ ആണ് അവിടുത്തെ ഡിസ്റ്റൻസ്, ആ തടസ്സത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9th one. The figure shows a wave pattern traveling through a slinky with both ends pulled together. രണ്ടഗ്രവും വലിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ലിങ്കിയിലൂടെ സഞ്ചരിക്കുന്ന തരംഗരൂപമാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ തന്നെയാണല്ലേ. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് വേവ് പാറ്റേൺ ഈസ് ദിസ്? വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്? ഏത് തരത്തിലുള്ള വേവ് പാറ്റേൺ ആണ്, ഏത് തരംഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണല്ലേ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുദൈർഘ്യ തരംഗം ഇല്ലേ, അനുദൈർഘ്യ തരംഗമാണ് ഇവിടെ. അനുദൈർഘ്യ തരംഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്? അനുദൈർഘ്യ തരംഗം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം എന്താണ്? കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും ഉണ്ടാവുന്നുണ്ട്. പിന്നെ എന്താണ്? പാരലൽ ടു ദ വൈബ്രേഷൻ എന്ന് പറയാം അല്ലെ. പാരലൽ ടു ദ വൈബ്രേഷൻ എന്താണ്? പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് ഇതിന് വൈബ്രേഷന് പാരലായിട്ടാണ്. പിന്നെ എന്താണ്? ഇതിനൊരു മീഡിയം ആവശ്യമായിട്ടുണ്ട്. നീഡ്സ് എ മീഡിയം എന്ന് പറയാം അല്ലേ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, അത് എഴുതുക. പിന്നെ നോക്കിയേ, ഇഫ് 6 compressions and 6 rarefacions are formed in the slinky in 2 seconds, what will be the frequency of the wave in the slinky? നോക്കിയേ, 6 compressions-ഉം 6 rarefations-ഉം ഈ സ്ലിങ്കിയിൽ ഉണ്ടാകുന്നുണ്ട് 2 സെക്കൻഡിൽ എങ്കിൽ അതിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? 6 കംപ്രഷനും അതുപോലെ തന്നെ 6 റെയർഫ്രാക്ഷനും ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരു കംപ്രഷൻ അല്ല, ഒരു കംപ്രഷനും ഒരു റെയർഫ്രാക്ഷനും കൂടെ ചേരുന്നതല്ല ഒരു വേവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു കംപ്രഷൻ ഉണ്ട്, പിന്നെന്താണ്? പിന്നെ ഒരു റെയർഫ്രാക്ഷൻ ഉണ്ട്. അതും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ഒരു വേവ് ആയിട്ട് മാറുന്നത്. ഇല്ല, ഒരു വേവ് എന്ന് പറയുമ്പോൾ ഒരു കംപ്രഷനും ഒരു റെയർഫ്രാക്ഷനും കൂടെ ചേരുന്നതാണ് ഒരു വേവ് എന്ന് പറയുന്നത്. അതുപോലെ 6 കംപ്രഷനും 6 റെയർഫ്രാക്ഷനും കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറും? ഒരു 6 വേവ് അവിടെ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? ഒരു കംപ്രഷനും ഒരു റെയർഫ്രാക്ഷനും കൂടെ വരുമ്പോഴാണ് നമുക്ക് ഒരു വേവ് ഉണ്ടാകുന്നത്. ശരിയല്ലേ? ഇതൊരു കംപ്രഷൻ ആണ്, ഇതൊരു റെയർഫ്രാക്ഷൻ. അപ്പൊ ഇതൊരു വേവാണ്, ഇത്രയും ഒരു വേവാണ്.
ക്ലിയർ ആയല്ലോ. അതുപോലെ 6 കംപ്രഷനും 6 റിഫ്രാക്ഷനും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 6 വേവ് ഉണ്ടാകുന്നുണ്ട്. 6 വേവ് ഉണ്ടാകാനെടുക്കുന്ന സമയം എത്രയാണ്? അവിടെ തന്നിട്ടുണ്ട് 2 സെക്കൻഡ് അല്ലേ? 2 സെക്കൻഡ് കൊണ്ട് 6 കംപ്രഷനും റിഫ്രാക്ഷനും ഉണ്ടാകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? അപ്പൊ എന്താണ് അവിടെ കണ്ടുപിടിക്കുന്നത്? ഫ്രീക്വൻസി ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം നമ്പർ ഓഫ് ഫോഴ്സ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഫോഴ്സ് എത്രയാണ്? 6 അല്ലേ? 6 നമ്പർ ഓഫ് ഫോഴ്സ് പറഞ്ഞിരിക്കുന്നത്. സമയം എന്ന് പറയുന്നത് 2 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാമല്ലോ. ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ? F ഈസ് ഈക്വൽ ടു N/T അല്ലേ? അപ്പം N എത്രയാണ്? 6 ദെൻ സമയം 2 അപ്പൊ എത്രയാണ്? ഫ്രീക്വൻസി എത്ര വരും? 3 ഹെർട്സ്. Therefore the frequency of the wave is 3 hertz. മനസ്സിലായല്ലോ? ദ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ തന്നെ ആൻസർ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്, അതിന്റെ പ്രത്യേകതകൾ കേട്ടോ. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പാരലൽ ടു വേവ് ഡയറക്ഷൻ, ഫോം കംപ്രഷൻസ് ആൻഡ് റെയർഫാഷൻസ്, പിന്നെ റിക്വയർസ് എ മീഡിയം ടു ട്രാവൽ കേട്ടോ. അതൊക്കെ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടുന്നതാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ രണ്ടാമത്തെ ബി സെക്ഷൻ ആൻസർ ആണ് കേട്ടോ. ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് വേവ്സ് ഡിവൈഡ് ബൈ ടൈം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിലാണെങ്കിൽ 1 വേവ് കൺസ് ഓഫ് 1 കംപ്രഷൻ ആൻഡ് 1 റെയർഫാഷൻ ആണ്. അപ്പൊ 6 കംപ്രഷനും 6 റെയർഫാഷനും ചേരുമ്പോഴാണ് 6 വേവ് ആവും. അപ്പൊ നമ്പർ ഓഫ് വേവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 6 സമയം 2 സെക്കൻഡ് ആണ്. ഇക്വേഷൻ അപ്പോൾ ഏതാണ്? F ഈസ് ഈക്വൽ ടു ഏതാണ്? N/T എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദാറ്റ് ഈസ് 6/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 hertz. മനസ്സിലായല്ലോ? Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the figure, P and Q indicates the colors at the edges of a spectrum formed when sunlight passes through a prism. സൂര്യപ്രകാശം ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന സ്പെക്ട്രത്തിന്റെ അരികിലുള്ള വർണ്ണങ്ങളെയാണ് ചിത്രത്തിൽ P and Q എന്ന് കുറിച്ച് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? Then what colors are seen at positions P and Q? Pയിലും Qയിലും ഏത് കളേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്? ഇതാ നോക്കി, ഈ ചിത്രം നോക്കി. നമ്മൾ പഠിച്ചിട്ടുള്ള ചിത്രം നമുക്കറിയാം ഇങ്ങനെയാണ് അല്ലേ? പ്രിസം ഇങ്ങനെയാണ്, ബേസ് താഴ്ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം റേ ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് വീഴും, ദെൻ ഇത് നടക്കും, റിഫ്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്, ദെൻ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് ഇവിടെ അറിയാം ഇവിടെ റെഡും ഇവിടെ വയലറ്റും ആണെന്നറിയാം. ഇവിടെ എന്താണ്? ഇവിടെ തിരിഞ്ഞാണ് ഇരിക്കുന്നത് ഇല്ല. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ബേസിലേക്ക് വരുമ്പോഴും ബേസ് ഇതാണ്, ഇവിടെ പ്രസത്തിന്റെ ബേസ് ഇതാണ്. ബേസ് പോർഷനിലേക്ക് വരുമ്പോഴും എങ്ങനെയാണ്? കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കും. കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്ന ഏതിനാണ്? വേവ് ലെന്ത് കുറഞ്ഞതിന് അല്ലേ? അതായത് വേവ് ലെന്ത് കുറഞ്ഞ ഏതാണ്? ഇവിടെ വരുമ്പോൾ ഏത് വരും? വയലറ്റ് അല്ലേ? അപ്പൊ ഇവിടെ ഏതാണ്? വയലറ്റ് ആണ്. പിയില് വയലറ്റ്. വേവ് ലെന്ത് കൂടുതലാണ്, കുറവ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. അപ്പൊ Q എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? റെഡ് ആണ്. മനസ്സിലായല്ലോ? അപ്പം P എന്ന് പറഞ്ഞിരിക്കുന്നത് വയലറ്റ്, P വയലറ്റ്, ആൻഡ് Q എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? റെഡുമാണ്. മനസ്സിലായല്ലോ? തിരിഞ്ഞു പോകാലോട്ടാ. പിക്ചർ കൊടുത്തിരിക്കുന്നതനുസരിച്ച് നിങ്ങൾ എഴുതണം. ഇനി വാട്ട് ഈസ് എ റീസൺ ഫോർ ദ കളേഴ്സ് യു ഫൗണ്ട് ടു ബി അറേഞ്ച്ഡ് അറ്റ് ദോസ് പൊസിഷൻ? നിങ്ങൾ കണ്ടെത്തിയ വർണ്ണങ്ങൾ ആ സ്ഥാനങ്ങളിൽ വിന്യസിക്കപ്പെടാനുള്ള കാരണം എന്താണ്? മെയിൻ റീസൺ എന്താണ്? നമുക്കറിയാം ഡിസ്പേർഷൻ ആണ്. നമുക്കറിയാം ഡിസ്പേർഷൻ കാരണം എന്ത് സംഭവിക്കുന്നത്? സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ്? വേവ് ലെന്തിലുള്ള വ്യത്യാസം ഇല്ലേ? എന്ത് പറയാം? ഡിഫറൻസ് ഇൻ ദ വേവ് ലെന്ത് എന്ന് പറയാം അല്ലേ? ഡിഫറൻസ് ഇല്ലേ? ഡിഫറൻസ് ഇൻ ദ വേവ് ലെന്ത് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് എന്ന് പറയാം അല്ലേ? ഓരോ കളറിനും വേവ് ലെന്തിലും വ്യത്യാസമുണ്ട് ഇല്ല? ആ വ്യത്യാസം മൂലമാണ് അവിടെ എന്താണ് ഈ വർണ്ണങ്ങൾ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കാനുള്ള കാരണം. മനസ്സിലായല്ലോ? ദ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. P വയലറ്റ് ആണ്, Q റെഡ് ആണ്. റീസൺ കണ്ടില്ലേ? വെൻ സൺലൈറ്റ് പാസസ് ത്രൂ എ പ്രിസം ഡിസ്പേർഷൻ ഒക്കേഴ്സ്. ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് ആർ റിഫ്രാക്റ്റഡ് ബൈ ഡിഫറെന്റ് എമൗണ്ട്. പല രീതിയിലായിരിക്കും അത് എന്ത് സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. വയലറ്റ് ലൈറ്റ്സ് ബെൻസ് ദ മോസ്റ്റ്. അതിന് കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഹാസ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആൻഡ് ഈസ് സ്ലോവ്ഡ് മോർ ഇൻ ദ പ്രിസം. പ്രിസത്തിലേക്ക് കൂടുതലായിട്ടത് ചെരിഞ്ഞു പോകും, സ്ലോ ആയിട്ട് പോകും. ദെൻ റെഡ് ലൈറ്റ് ബെൻസ് ദ ലീസ്റ്റ്. അതിന് കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഹാസ് ദ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഈസ് സ്ലോവ്ഡ് ലെസ്. അത് ലെസ് ആയിട്ടായിരിക്കും സ്ലോ ഉണ്ടാകുന്നത്, ലെസ് ആയിട്ടായിരിക്കും സ്ലോ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി സോ വയലറ്റ് അപ്പിയേഴ്സ് അറ്റ് ദ ബോട്ടം ആൻഡ് റെഡ് അപ്പിയേഴ്സ് ഓഫ് ദ പ്രിസം. അതുകൊണ്ടാണ് വയലറ്റ് ബോട്ടത്തിലും റെഡ് ടോപ്പിലും വരാൻ കാണുന്നത്. മെയിൻ റീസൺ എന്താണ്? ഡിഫറൻസ് ഇൻ ദ വേവ് ലെന്ത് ഇല്ല? ഡിഫറൻസ് ഇൻ ദ വേവ് ലെന്ത് ഓഫ് ദ ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ആൻസർ ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഠിച്ചതാണ്. വയലറ്റിനും റെഡിനും കൂടുതൽ ഡീവിയേഷൻ വരുന്നു. അതിന് കാരണം എന്താണ്? വേവ് ലെന്ത് കൂടുതലാണ്. വയലറ്റിന് ഡീവിയേഷൻ നമ്മുടെ
ടെക്സ്റ്റ് ബുക്കിൽ ഇതേ രൂപത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ. വയലറ്റിന് ഡീവിയേഷൻ കൂടുതലായിട്ടുണ്ടാകും. അതിന് കാരണം എന്താണ്? വേവ് ലെന്ത് കുറവാണ്. റെഡിന് ഡീവിയേഷൻ കുറവാണ്. അതിന് കാരണം എന്താണ്? വേവ് ലെന്ത് കൂടുതലാണ്. ദാറ്റ് ഈസ് എ റീസൺ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 11A ആണ്. അപ്പൊ അതിന്റെ ഓർപ്പാട്ടും കൂടെ ഉണ്ടാവും. ദെൻ നോക്കാം. An object is placed between f and 2f of a convex lens. Draw a diagram of the image formation. What are the characteristics of the image? ഒരു വസ്തു കോൺവെക്സ് ലെൻസിന്റെ എഫിനും 2fനും ഇടയിലായിട്ട് വച്ചിരിക്കുന്നു. പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എഫിനും 2fനും ഇടയിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ പ്രതിബിംബത്തിന്റെ രേഖാചിത്രം വരയ്ക്കണം. നോക്കിയേ, ഇപ്പൊ എങ്ങനെ വരും? ഈ രീതിയിലും വരൂല്ലേ. എഫിനും 2fനും എഫിനും ഇടയിലാന്ന്. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ തന്നെ വരയ്ക്കണം കേട്ടോ. കൃത്യമായിട്ട് ആരോ മാർക്കുകളൊക്കെ കൊടുത്ത് വരയ്ക്കുക. എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്? ബിയോണ്ട് 2f എന്ന് പറയാം അല്ലെ. പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എഴുതണ്ടേ. അപ്പൊ എങ്ങനെ അറിയാം സവിശേഷതകൾ? പൊസിഷൻ എങ്ങനെ പറയാം? പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബിയോണ്ട് ഇല്ലേ, ബിയോണ്ട് 2fന് അപ്പുറത്താണ് ഉണ്ടാകുന്നത്. പിന്നെ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇൻവേർട്ടഡ് ആണല്ലേ, ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ദെൻ റിയൽ ആണ്. ഇതെന്താണ്? ഒബ്ജക്റ്റിനേക്കാളും മാഗ്നിഫൈഡ് ആണല്ലേ. മാഗ്നിഫൈഡ് അല്ലെങ്കിൽ എൻലാർജ് എന്ന് പറയാം അല്ലേ. എൻലാർജ്ഡ് ഇമേജ് അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്കവിടെ കിട്ടുന്നത്. സവിശേഷതകൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് പടം വരച്ചിടണം. ചിത്രം വരയ്ക്കുമ്പോൾ ഞാൻ ആരോ മാർക്ക് കൃത്യമായിട്ട് വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കുക. റഫായിട്ട് വരയ്ക്കല്, സ്കെയിൽ ഉപയോഗിച്ച് നീറ്റായിട്ട് തന്നെ വരയ്ക്കുക കേട്ടോ. ദെൻ അടുത്തതിന്റെ 11ന്റെ ഓർ ക്വസ്റ്റൻ ആണ് കേട്ടോ. അത് നോക്കുക. ആൻ ഒബ്ജക്ട് 12 cm ഹൈ ഈസ് പ്ലേസ്ഡ് 28 cm ഫ്രം എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 20 cm. ഡ്രോ എ ഡയഗ്രാം യൂസിങ് എ സ്യൂട്ടബിൾ സ്കെയിൽ. മെഷർ ആൻഡ് റൈറ്റ് ദ ലെങ്ത് ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 20 cm ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൽ നിന്നും 28 cm അകലെയായി 12 cm ഉയരമുള്ള ഒരു വസ്തു വെച്ചിരിക്കുന്നു. ഉചിതമായ തോത് ഉപയോഗിച്ച് രേഖാചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രതിബിംബത്തിന്റെ നീളം അളന്നെഴുതാനും പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ രേഖാചിത്രം വരയ്ക്കണം. ഇവിടെ ഒരു പ്രത്യേക കാര്യം വേണ്ട, ഉചിതമായ തോത് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെഷർ ആൻഡ് റൈറ്റ് ദ എന്താണ് ഡ്രോ എ ഡയഗ്രാം യൂസിങ് എ സ്യൂട്ടബിൾ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ 12 cm ഹൈറ്റിലൊക്കെ നമ്മൾ വരയ്ക്കണം. നമ്മൾ പേപ്പറിലൊക്കെ വരയ്ക്കുമ്പോൾ നോർമൽ രീതിയിൽ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ പേപ്പറിൽ വരയ്ക്കുമ്പോൾ 12 cm ഒരുപാട് ഇതായി പോയി, വലിയ സൈസ് ആയിപ്പോൾ നമ്മൾ ചിലപ്പോൾ പേപ്പറിൽ ഫുള്ളായിട്ട് കിട്ടൂല. അപ്പം നമ്മുടെ പേപ്പറിൽ പറ്റാവുന്ന രീതിയിലുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിൽ വെച്ച് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരളവ് സ്യൂട്ടബിൾ ആയിട്ടുള്ള അളവെടുത്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പ്രതിബിംബത്തിന്റെ നീളം അളന്നെഴുതാനും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ വരയ്ക്കണം. അപ്പൊ വരയ്ക്കുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മൾ ഒരു ഏകദേശം ഒരു പ്രതിബിംബത്തിന്റെ ഹൈറ്റ് ഒക്കെ ഏകദേശം വരും, അല്ലെങ്കിൽ ഇമേജിന്റെ ഒക്കെ ഒരു നീളം അല്ല ഇമേജിന്റെ ഡിസ്റ്റൻസ് എത്രയൊക്കെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി നമുക്ക് ഇച്ചിരി എളുപ്പത്തിൽ ഏത് സ്കെയിലാണ് എടുക്കേണ്ടത്, ഏത് രീതിയിലാണ് വരയ്ക്കേണ്ടതെന്നൊന്ന് മനസ്സിലാവും. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് ചെയ്ത് കാണിക്കും. ഇവിടെ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊന്ന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒബ്ജക്റ്റ് ഹൈറ്റ്, അതായത് HO എന്ന് പറഞ്ഞിരിക്കുന്നത് 12 cm തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് പ്ലേസ്ഡ് 20 cm ഫ്രം എ കോൺകേവ് ലെൻസ്, അതായത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് -20, ലെഫ്റ്റ് സൈഡിലെ -20 cm എന്ന് വരും. ഫോക്കൽ ലെന്ത് 20 cm ആണ്. കോൺകേവ് ലെൻസ് അല്ല, അപ്പം ലെഫ്റ്റ് സൈഡിലാണ്, അപ്പം മൈനസ് വാല്യൂ വരും. അപ്പം നമുക്കൊരു ഇമേജിന്റെ ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതുപോലെ തന്നെ പ്രതിബിംബത്തിന്റെ നീളം നമുക്കൊന്ന് ബൈ കാൽക്കുലേഷൻ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. HI കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ തന്നെ നോക്കിയേ, ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. വി എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഏതാണ്? IF/U / F+U വെച്ച് ചെയ്യാം. F എന്ന് പറഞ്ഞിരിക്കുന്നത് -20 ആണ്, U -28 ആണ്, /-20 മൈനസ് വരും, -28 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 560 എന്ന് വരും കേട്ടോ. 560 ഇവിടെ വരുന്നത് -48 എന്ന് വരും. ഇത് നമ്മൾക്ക് ഡിവൈഡ് ചെയ്ത് ക്യാൻസൽ ചെയ്തൊക്കെ വരുമ്പം പോയിന്റ് വാല്യൂ വരും കേട്ടോ. അതായത് B = ഏകദേശം ഒരു -11.67 cm എന്ന് വരും കേട്ടോ. അതായത് ഇമേജ് ഡിസ്റ്റൻസ് കേട്ടോ. ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് ഇത്ര കിട്ടി. നമുക്ക് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാമല്ലോ. മാഗ്നിഫിക്കേഷൻ അനുസരിച്ച് മാഗ്നിഫിക്കേഷൻ M = V/U ആണ്. അത് വെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ V നമുക്കിവിടെ കിട്ടി -11.67 U എന്ന് പറഞ്ഞിരിക്കുന്നത് -28 ആണ്. അപ്പം നമുക്കിവിടെ കിട്ടുന്ന ഏകദേശം 0.4168 എന്ന് കിട്ടും മാഗ്നിഫിക്കേഷൻ. ഇങ്ങനെ ആവുകയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് കാണാം M ×
HO വെച്ചിട്ട് മാഗ്നിഫിക്കേഷൻ വാല്യൂ 0.4168 ആണ് ഇൻറ്റു HO എന്ന് വെച്ചാൽ 12 ആണ്. അപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഞാനൊരു വാല്യൂ അപ്രോക്സിമേറ്റ്ലി 4 പോയിന്റ് സംതിങ് വരും. അതിന് ഞാനൊരു 5 സെൻറ്റിമീറ്റർ എന്ന് എടുത്തിരിക്കും കേട്ടോ. 5 സെൻറ്റിമീറ്റർ വാല്യൂ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് 5 സെൻറ്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 11 ആണ്. അപ്പം ഈ ഒരു റേഞ്ച് വരണം, മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. അപ്പം ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് 28 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇമേജ് ഡിസ്റ്റൻസ് 11 ആണ്. അപ്പോൾ ആ ഒരു റേഞ്ച് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ വരയ്ക്കാൻ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ 12 സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാൻ പേപ്പറിലോ ബുക്കിലോ വരയ്ക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ളൊരു തോതെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്കറിയാം, ഫോക്കല്ലെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് കിട്ടി, ഇമേജിൻ്റെ ഹൈറ്റും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, വാല്യൂ എത്രയാണെന്നുള്ളത് ഇല്ലേ. അപ്പോൾ ഇതിനെ എല്ലാത്തിനും നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിൽ എടുക്കണം എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഇതിനെ എല്ലാത്തിനും കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാനിവിടെ എഴുതി കാണിക്കാം എങ്ങനെ എടുക്കേണ്ടതെന്ന് കേട്ടോ. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നമുക്കറിയാം 12 സെൻറ്റിമീറ്റർ എന്നാണ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് നമുക്കിവിടെ കിട്ടിയത് 5 അപ്രോക്സിമേറ്റ് 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയായിരുന്നു. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 28 ആണ്. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു 11.8 എന്ന് കിട്ടിയായിരുന്നു. ഫോക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത് 20 എന്നും കിട്ടിയത്. അപ്പോൾ ഇതിനെ എല്ലാത്തിനും നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു സ്കെയിൽ എടുക്കാൻ വേണ്ടി ഞാൻ ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരു ഡിവൈഡ് ബൈ 4 കൊണ്ട് ചെയ്യും. അപ്പം ഏകദേശം എല്ലാം 4 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കെല്ലാം കിട്ടും. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 3 വരും. ഇതിനെ 4 ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഏകദേശം ഒരു 1.25 വരും കേട്ടോ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അതെന്ന് പറഞ്ഞിരിക്കുന്നത് 7 വരും. ദെൻ ഇത് ഒരു പോയിന്റ് വാല്യൂ, അതായത് 2.92 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാല്യൂ കിട്ടും. ഫോക്കലിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് 5 കിട്ടും. മനസ്സിലാവും. അപ്പോൾ ഈ 2 വാല്യൂ മാത്രമുള്ള പോയിന്റ് വരുന്നുള്ളൂ, അത് കുഴപ്പമില്ല. അപ്പം എല്ലാത്തിനും കൂടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ 3 ഫാക്ടേഴ്സിനെ നമുക്ക് ഈ 3 ടേമിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് സ്കെയിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മുടെ കോൺകേവ് ലെൻസ് നമ്മൾ വരയ്ക്കുക. ദെൻ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ സ്കെയിൽ വെച്ച് തന്നെ കൃത്യമായിട്ട് വരയ്ക്കുക കേട്ടോ. ദെൻ നമുക്ക് എന്താണ് വേണ്ടത്? ഫോക്കൽ ലെന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ സ്കെയിൽ എടുത്ത് ഡിവൈഡ് ബൈ 4 ചെയ്തപ്പോൾ നമുക്ക് 5 എന്നാണ് വന്നത്. അപ്പോൾ അതായത് സ്കെയിലിൽ നമുക്ക് ഫോക്കൽ ലെന്ത് 20 എടുക്കാൻ പറ്റില്ലല്ലോ, ഒരുപാട് ലെങ്ത് ആയി പോകുന്നുണ്ട്. നമുക്ക് സ്കെയിലിൽ പറ്റുന്ന ഡിസ്റ്റൻസിലേക്ക് നമ്മൾ എടുക്കുന്നതെന്ന് മാത്രം ലെങ്ത് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ ഫോക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ. സപ്പോസ് ഞാൻ ഇവിടെയാണെന്ന് ചോദിച്ചു 5 സെൻറ്റിമീറ്റർ നമുക്ക് സ്കെയിൽ എടുക്കാൻ പറ്റുമല്ലോ. ഫോക്കലിൽ നിന്ന് ഞാൻ 5 സെൻറ്റിമീറ്റർ ആക്കി എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 28 ആണ്. അപ്പോൾ നമുക്ക് സ്കെയിൽ തന്നെ എടുക്കാൻ സാധിക്കും. ഇവിടം വരെ 5 സെൻറ്റിമീറ്റർ ആണ്. ഇത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇച്ചിരി ഇങ്ങനെ മാറ്റി എടുത്ത് ചെയ്യാൻ മതി. 2 സെൻറ്റിമീറ്റർ കൂട്ടി ഇവിടെ എടുക്കാം. ഇവിടെ ഏകദേശം ഈ ഒരു പൊസിഷൻ നമുക്ക് ഒബ്ജക്റ്റ് വെക്കാം. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 12 എടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ട് നമുക്ക് 3 എടുക്കാം. ഡിവൈഡ് ബൈ 4 ഇപ്പോൾ 3 നമുക്ക് സ്കെയിൽ എടുക്കാൻ പറ്റുന്ന ഹൈറ്റ് ആണല്ലോ. അപ്പം 3 നമ്മളിവിടെ എടുത്തു. സ്കെയിലിൽ കൃത്യമായിട്ട് വരച്ചാൽ കിട്ടും കേട്ടോ. ഞാൻ വരച്ച് നോക്കിയായിരുന്നു കൃത്യമായിട്ട് കിട്ടും. കൃത്യമായിട്ട് അളവെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ പോകും. ഇവിടെ നമുക്കറിയാം സ്കെയിൽ വെച്ച് വരയ്ക്കണം കേട്ടോ. ഫോക്കസിൽ കൂടെ ഇങ്ങനെ ഫോക്കസിൽ കൂടെ പോകും. ഒന്നെങ്ങനെയാണ് നമ്മുടെ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു. അപ്പം അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും നമുക്ക് ഇമേജ് ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് 2.92 ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1.25 വരുന്നുണ്ട്. ക്ലിയർ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്യൂട്ടബിൾ സ്കെയിൽ എടുത്ത് നിങ്ങൾ വരച്ച് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം ഇങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിൽ എടുത്ത് നിങ്ങൾ വരച്ച് കാണിക്കുക. തന്നിരിക്കുന്ന അളവ് വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റുമല്ലാത്തതുകൊണ്ട് ശരിക്കും ആക്ച്വൽ ആയിട്ടുള്ള ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ 5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. മനസ്സിലാവുന്നുള്ള പറഞ്ഞത്. അപ്പോൾ അതിന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നമുക്കിങ്ങനെ വരയ്ക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ സ്കെയിൽ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ട് ഞാൻ വരച്ച് നോക്കി പേപ്പറിൽ നല്ലോണം കൃത്യമായിട്ട് വരച്ച് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ ആ സ്കെയിൽ അനുസരിച്ച് വരയ്ക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിൽ പറ്റുന്ന രീതിയിലുള്ള സ്കെയിൽ എടുത്ത് വരയ്ക്കുക കേട്ടോ. ദെൻ ഇനി നമുക്ക് അടുത്ത സെക്ഷൻ സി ആണ്. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് ആയിട്ടുണ്ട്. അപ്പം ഇനി വലിയ സെക്ഷനാണ് വരുന്നത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്നത്. 3 മാർക്കിന് അടുത്ത സെക്ഷൻ വരുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലെങ്തി ആയിപ്പോൾ നമുക്ക് നെക്സ്റ്റ്
വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് സെക്ഷൻ ബി വരെയാണ് നമ്മൾ ചെയ്തത് കേട്ടോ. 2 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അത്യാവശ്യം ചെയ്യാനുണ്ട്. നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. പഠിച്ചാൽ മാത്രമേ ഉള്ളൂ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്, പഠിച്ചാൽ മാത്രമേ ഉള്ളൂ, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് 1-2 ക്വസ്റ്റ്യൻസുകളേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള പാറ്റേണുകൾ തന്നെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എന്തായാലും പഠിക്കണം. ആദ്യത്തെ 2 ചാപ്റ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ പഠിക്കും. ഒരു പോയിന്റ് നമുക്ക് അവിടെ വിട്ടുകളയാനില്ല. മനസ്സിലായല്ലോ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കാണും. ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്താണ് പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. പിന്നെ ബാക്കി പാട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കാണും, അതിൻ്റെ ആൻസേഴ്സുകൾ കൃത്യമായിട്ട് അറിയാൻ മേലാന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ ബാക്കി പാട്ടുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.